സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡൊമിനികോ ജിജോ. പച്ചച്ചേക്കിടിക്കാട് ലൂർദ് മാതാ സൺഡേ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. റോമ 8:18. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ അന്ധകാരത്തിന്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. റോമ 13:12. പകലിന് യോജിച്ച വിധം പെരുമാറാം. സുഖലോലുപതയിലോ മറ്റ് ലഹരിയിലോ അഭിഹിത വേഴ്ചകളിലോ വിശ്വശക്തിയിലോ കളങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. റോമ 13:13. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. റോമ 12:14. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. റോമ 12:21. ഈശോമിശിഹ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഫിലിപ്പി 3:12. എന്റെ സഹോദരൻ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഫിലിപ്പി 3:1. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13. എനിക്ക് ജീവിതം മിശിഹായും മരണവും നേട്ടവുമാണ്. ഫിലിപ്പി 1:21. എന്റെ സഹോദരൻ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. എഴുതപ്പെട്ടിരിക്കുന്നത് ഫിലിപ്പി 4:4. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. 1 കൊരിന്തോസ് 1:31. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. 1 കൊരിന്തോസ് 7:23. നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. 1 കൊരിന്തോസ് 14:14. അവർണ്ണമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. 2 കൊരിന്തോസ് 9:15. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. 2 കൊരിന്തോസ് 10:17. അപങ്കരീയമായ മാർഗത്തിൽ ചരിക്കുന്നവൻ കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 119:1. അവിടുത്തെ മാർഗത്തിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 119:2. അവർ തെറ്റു ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. സങ്കീർത്തനം 119:3. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 119:4. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനായിരുന്നുവെങ്കിൽ. സങ്കീർത്തനം 119:5. അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ഞാൻ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതയാകേണ്ടി വരികയില്ല. സങ്കീർത്തനം 119:6. അങ്ങയുടെ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ